പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും ഇപ്പോൾ MP-യുമായ കെ രാധാകൃഷ്ണനെ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, ജോയ് പാശ്ശേരി, അതുപോലെ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ സേവിയർ ചിറയത്ത്, അനുസ്മരണ പ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ നമ്മളോടൊപ്പം സംസാരിച്ച പാർട്ടിയുടെയും CITUവിൻ്റെ നേതാവായിട്ടുള്ള സഖാവ് MK കണ്ണൻ, മറ്റു രീതിയിൽ സന്നിഹിതരായിരിക്കുന്ന വിവിധ മേഖലയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂരിലെ ശ്രദ്ധേയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു സഖാവ് ബിന്നി MP. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിൻ്റെ അനുസ്മരണ പരിപാടിയാണ് ഇന്നിവിടെ പ്രധാനമായിട്ടും സംഘടിപ്പിക്കുന്നത്. ആദ്യമായി തന്നെ ബിന്നി പെട്ടിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ബിന്നി MP അനുസ്മരണത്തോടനുബന്ധിച്ച് ഇന്ന് വിവിധ മേഖലയിലുള്ള വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബിന്നി MP പേരിൽ നടത്തുന്ന ഈ ആദരവ് ചടങ്ങിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന് അർഹരായ മുഴുവൻ പ്രമുഖ വ്യക്തികളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കില്ല. ഇത് 4 മണിക്കാണ് പറഞ്ഞല്ലേ, 4 മണി, 1 മണിക്കൂർ ഏകദേശം വൈകിട്ടുണ്ട്. വൈകാൻ പ്രധാനമായിട്ടും എൻ്റെ കുറ്റമല്ല. കാലത്ത് ഇന്ന് BSNL അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് പാലക്കാട് വെച്ചായിരുന്നു. അത് സാധാരണ ഗതിയിൽ 1 മണിക്കാണ് കഴിയുക. പക്ഷേ 1:45 ആ 1:45 അവിടുന്ന് അങ്ങനെ തന്നെ ഭക്ഷണമൊക്കെ അവരെ അറേഞ്ച് ചെയ്തിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ നേരെ വന്ന് ചേലക്കര കോൺവെൻറ്റ് സ്കൂളിൽ അവിടെ +2 പരീക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തു നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സംഘടനയുണ്ട്. ആ സംഘടനയുടെ സമ്മേളനം നമ്മുടെ ബാലഭവനിലാണ് നടക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടേക്ക് ബൈക്ക് വന്നാലും കുഴപ്പമില്ല, നമ്മുടെ നേതാക്കളെല്ലാം പ്രസംഗിക്കാനുണ്ടല്ലോ. പ്രസംഗം കഴിയുമ്പോഴേക്കും എത്തിയാൽ മതി എന്നുള്ള തോന്നലും ഉണ്ടായി. തോന്നലില്ല, അങ്ങനെ സംഭവിച്ചതാണ്. അത് മനഃപൂർവ്വം ബൈക്ക് വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ ഒരു പ്രസംഗം ഈ സന്ദർഭത്തിൽ നടത്തുന്നത് ഉചിതമാകില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഏതായാലും ബിന്നി MP ഇവിടെ നേരത്തെ കണ്ണേട്ടൻ സംസാരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ കിടന്നത്. അനുസ്മരണ പ്രഭാഷണം നടത്തിയത് നമ്മുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഖാവ് KV അബ്ദുൽ ഖാദറാണ്. ബിന്നി MP ഞാൻ കാണുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം ഒരു വ്യാപാരി വ്യവസായി സമിതിയുടെ ഒരു നേതാവായിട്ടാണ് കാണുന്നത്. അന്ന് അദ്ദേഹം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യാപാരി വ്യവസായി പ്രവർത്തകനായിരുന്നു. ഞാൻ എപ്പോഴും കാണുമ്പോൾ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. തമാശയ്ക്ക് എപ്പോഴും പറയും, തൃശ്ശൂർ ടൗണിലേക്ക് വരുമ്പോൾ ബിന്നി MP കാണാതെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. നേരിട്ട് കാണുകയല്ല, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സംഘടനയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ, ഇങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വാർഷികം എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ റൗണ്ടിൽ ബോർഡുണ്ടാവും, സ്ഥിരം ബോർഡ് അല്ലേ. എനിക്ക് തോന്നുന്നു അതിന് ശേഷവും അല്ലെങ്കിൽ അതിന് മുൻപോ അത്രയധികം ആരും ബോർഡ് വയ്ക്കാതെ. കാരണം ഓരോ സംഘടന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അവസാനം അദ്ദേഹം കോഴി, അത് ഭയങ്കര ഫോട്ടോ ആയിരുന്നു, പോൾട്രി. അങ്ങനെ ഓരോ ഏതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കിടന്ന മേഖലയിൽ ശ്രദ്ധിക്കുക, അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ സ്പോർട്സിലും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും വ്യാപാര വ്യവസായ രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനം നടത്തുക. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അകാലത്തിലാണ് നമ്മെ അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയത്. ഒരുപക്ഷെ കുറച്ച് കാലം കൂടി അല്ലെങ്കിൽ കുറേ കാലമെങ്കിലും ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് നല്ലതാണ്. എവിടെയായിട്ടാ കൂടുതൽ കാലം ജീവിച്ചിരിക്കണം എന്ന് എല്ലാവരോടും പറയുന്നത്. കാരണം എന്താ, ദുഷ്ടത്തരം ചെയ്യുന്ന ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച പ്രശ്നം അല്ലേ? നന്മ ചെയ്യുന്ന ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാലം കൂടി സേവാവിമുക്തി ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വിവിധ തരത്തിലുള്ള അവാർഡുകൾ നൽകാൻ വേണ്ടി തയ്യാറായ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ കുടുംബശ്രീയിൽ നിന്നുള്ള സഹോദരിമാരെ ആദരിക്കുന്ന ചടങ്ങുണ്ടെന്നാണ് തോന്നുന്നത്. കുടുംബശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 1998 കുടുംബശ്രീ രൂപം കൊണ്ടത്. അങ്ങനെ രൂപം കൊള്ളുന്ന സമയത്ത് കേവലം ഒരു സങ്കല്പമായിരുന്നു. അതായത് കുടുംബശ്രീയിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളിലൂടെ നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക. 1998 ആരംഭിച്ച കുടുംബശ്രീ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഇന്ന് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബശ്രീയുടെ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയല്ലോ. അതായത് നമ്മൾ 98 ആരംഭിച്ച കാര്യം 2025 നവംബർ 1 നമുക്ക് അതിദാരിദ്ര്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ കുടുംബശ്രീ ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ കുടുംബശ്രീക്ക് ഒരുപാട് ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ ഇനിയും നിറവേറ്റാനുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കുടുംബശ്രീക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിന്നുള്ള ആളുകളെയും ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഈ ചടങ്ങിൽ സംഘടിപ്പിക്കുക. അപ്പോൾ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ കൂടി ആദരിക്കുന്ന ഈ ചടങ്ങ്, അതുപോലെ കുടുംബശ്രീയുടെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ ആളുകളെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഈ വിമുക്തി അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ജീവിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവരെ സ്മരിക്കുകയല്ല, സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സേവനങ്ങളെ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡുകളും നമ്മൾ കൊടുക്കുന്നു. അത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിന് ഇമ്മിറ്റിയുടെ ഈ അനുസ്മരണവും അതുപോലെ തന്നെ ഈ ചടങ്ങും ഏറെ സഹായകരമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇമ്മിറ്റി അനുസ്മരണത്തിൻ്റെ ഈ പൊതുസമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടിയല്ല അല്ലേ, സന്തോഷമില്ല ഇതിൽ. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ഇല്ലാതായതിന് ശേഷം നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ സന്തോഷമില്ല. അത്രയും പെട്ടെന്ന് തന്നെ ഇമ്മിറ്റിയെക്കുറിച്ച് സ്മരിക്കേണ്ടി വരും എന്നൊന്നും നമ്മളൊന്നും കരുതിയതല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.